അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു മനോഹരമായ രാത്രിയിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ഭാര്യയായ ആയിഷ ബീവിയെ വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ആയിഷ, 4 കാര്യങ്ങൾ ചെയ്യാതെ നീ ഉറങ്ങരുത്. വളരെ ആകാംക്ഷയോടുകൂടെ ആ 4 കാര്യങ്ങൾ എന്ത് എന്ന് മുത്തുനബിയോട് ആയിഷ ബീവി ചോദിച്ചറിയുകയാണ്. മുത്തുനബി പറഞ്ഞു കൊടുക്കുകയാണ്, ആയിഷ, പരിശുദ്ധമായ ഖുർആൻ മുഴുവനും ഓതി തീർക്കാതെ നീ ഉറങ്ങരുത്. ലോകത്ത് കഴിഞ്ഞുപോയ എല്ലാ അമ്പിയാക്കൾ അവരുടെ എല്ലാം ഷഫാഅത്തിനെ ഉറപ്പിക്കാതെ നീ ഉറങ്ങരുത്. ലോകത്തുള്ള എല്ലാ മുഅ്മിനാത്തുകളുടെ പൊരുത്തം വാങ്ങാതെ നീ ഉറങ്ങരുത് എന്ന് പറയുകയാണ്. അതുപോലെ പരിപൂർണമായ ഹജ്ജും ഉംറയും നിർവഹിക്കാതെ നീ ഉറങ്ങരുത് എന്നെല്ലാം പറഞ്ഞപ്പോൾ മഹദി ആകെ ആശ്ചര്യപ്പെടുകയാണ്. അല്പസമയങ്ങൾക്ക് ശേഷം വളരെ അത്ഭുതത്തോടുകൂടെ മുത്തുനബിയോട് ചോദിച്ചു, എത്ര നബിയെ, ഒരു മനുഷ്യനൊരു ദിവസത്തിൽ ചെയ്തു തീർക്കാൻ കഴിയാത്ത കാര്യങ്ങളാണല്ലോ അങ്ങ് എന്നോട് പറഞ്ഞത്. പുഞ്ചിരി തൂക്കിക്കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി പറയുകയാണ്, ആയിഷ, പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ഇഖ്ലാസ് 3 തവണ ഓതിയാൽ ഖുർആൻ മുഴുവനും ഓതിയ പ്രതിഫലം നിനക്ക് ലഭ്യമാവുകയാണ്. അതുപോലെ തന്നെ എൻ്റെ പേരിലും മുൻകഴിഞ്ഞു പോയ അമ്പിയാക്കളുടെ പേരിലും സ്വലാത്ത് നീ ചൊല്ലിയാൽ അവരുടെ എല്ലാം ഷഫാഅത്തിന് നിനക്ക് ഉറപ്പിക്കാം. എങ്ങനെയാണ് എൻ്റെ പ്രിയരെ സ്വലാത്ത് ചൊല്ലേണ്ടത്? അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീൻ പോലത്തെ സ്വലാത്ത് നമുക്ക് ചൊല്ലാവുന്നതാണ്. നബി പറയുകയാണ്, ലോകത്തുള്ള മുഅ്മിനാത്തുകൾക്ക് വേണ്ടി നീ ദുആ ചെയ്താൽ അവരുടെ എല്ലാം പൊരുത്തം നിനക്ക് നേടിയെടുക്കാൻ കഴിയുന്നതാണ്. പ്രിയരെ, വളരെ ചെറിയതായ രീതിയിൽ ഒരു ദുആ നമ്മൾ നടത്തി കഴിഞ്ഞാൽ അവിടെ എല്ലാം പൊരുത്തം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുമല്ലോ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് എന്നൊരൊറ്റ ദുആയിലൂടെ ആ പ്രതിഫലം നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നതാണ്. മുത്തുനബി പറഞ്ഞു കൊടുക്കുകയാണ്, ആയിഷ, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് നീ പറഞ്ഞു കഴിഞ്ഞാൽ പരിപൂർണമായ ഹജ്ജും ഉംറയുടെയും പ്രതിഫലം നിനക്ക് ലഭ്യമാവുന്നതാണ്. നാളെ നമ്മുടെ നന്മതിന്മകൾ തുലനം ചെയ്യുന്ന വേളയിൽ നന്മയുടെ പട്ടിക വളരെ പെട്ടെന്ന് കനം തൂങ്ങുന്ന വലിയ ഒരു സൽക്രമമാണല്ലോ മുത്തുനബി അവിടുത്തെ ഭാര്യയ്ക്ക് പഠിപ്പിച്ചു കൊടുത്തത്. ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗവത്താക്കണം. ഉറങ്ങുന്നതിന് മുമ്പ് ഏതാനും മിനിറ്റുകൾ ഉപയോഗപ്പെടുത്തിയാൽ വലിയ സൽക്കർമ്മങ്ങളുടെ കൂമ്പാരങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ കഴിയും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.